ിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ നോട്ടിൽ നമുക്ക് ഗീത നിർത്താം. മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചത്, കുലം എന്നുള്ള വാക്ക് പറഞ്ഞു. കുലധർമ്മം നശിക്കും. കുലമില്ലാണ്ടായാൽ കുലധർമ്മം നശിക്കും. കുലധർമ്മം നശിച്ചാൽ കുലസ്ത്രീകൾ, അങ്ങനെ കുലധർമ്മം, കുലദേവത ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കുലദേവത ആരാ എന്ന് ചോദിച്ച് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നതുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുലം എന്ന് പറയുന്നത് ജാതി അടിസ്ഥാനത്തിൽ ആണ്. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാണോ ആ ജാതി അനുസരിച്ചിട്ടാണ് കുലം തീരുമാനിക്കുന്നത്. അച്ഛൻ്റെ കുലമാണോ അമ്മയുടെ കുലമാണോ എന്ന് തീരുമാനിക്കുന്നത് ജാതി അടിസ്ഥാനത്തിലാണ്. ജാതി ഇല്ല എന്ന് നമ്മൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ജാതി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അത് മനുഷ്യൻ ഉണ്ടാക്കുന്നത് മാത്രമാണ്. ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തികൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ജാതി ഇല്ല. അങ്ങനെ ഒരു കാസ്റ്റ് ഡിഫറൻസിയേഷൻ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം എൻ്റെ കുലം എന്തായിരിക്കും? അമ്മയുടെ കുലമായിരിക്കുമോ അച്ഛൻ്റെ കുലമായിരിക്കുമോ? അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ ഞാനുണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുലം അച്ഛൻ വഴി അമ്മ വഴി എന്നൊക്കെ പറയുന്നത് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സ്വത്തിന് അതാണ് അമ്മാവൻ്റെ മകനെ പെങ്ങളുടെ മകള് കല്യാണം കഴിക്കുന്നതും ഒക്കെ സ്വത്ത് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്പൂരിമാർക്ക് മൂത്തയാൾ മാത്രമേ പണ്ട് വെളി കഴിക്കുള്ളായിരുന്നു. സ്വത്ത് സംരക്ഷിക്കാൻ, അത് വെളിയും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് ജാതിയെ നമുക്ക് എടുക്കാം. അപ്പൊ ഈ കുലദേവതയെ ആചരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കുലത്തിലെ ദേവതയെ ആചരിക്കുവോ അമ്മയുടെ കുലത്തിലെ ദേവതയെ ആചരിക്കുവോ? അങ്ങനെ കുലദേവതയെ ആചരിച്ചാൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കുലദേവതയെ പ്രീണിപ്പെടുത്തിയാൽ കുലം രക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെറിയ സംശയം, ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്നോടല്ല. എനിക്ക് ചില സംശയങ്ങൾ. പുലയ കുലത്തിൽ ജനിച്ച ഒരാൾക്ക് അയാളുടെ കുലദേവതയെ കൃത്യമായിട്ടൊരു കാലത്ത് ആചരിച്ചിട്ടുണ്ടാകണം. പിന്നീടാണല്ലോ ആരാധനയൊക്കെ നിന്നുപോയത്. ആ കുലത്തിൽപ്പെട്ടയാൾക്ക് ആ ആരാധന കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരുടെയും നായർ കുലത്തിൽപ്പെട്ടവരുടെയൊക്കെ കാര്യം എല്ലാവരും ചിന്തിക്കുന്നു. ഞാൻ അവരെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഞാൻ പുലയ കുലത്തിൽപ്പെട്ട ഒരാളുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. അവർക്ക് പതി എന്ന് പറയുന്നത് അതിശക്തമായ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അവരത് കൃത്യമായിട്ട് ആചരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെയാണ് ഇല്ലാണ്ട് ആധുനിക വിദ്യാഭ്യാസം വന്നപ്പോഴാണ് അത് പലപ്പോഴും മാറിപ്പോയത്. പക്ഷെ അവർ ആചരിച്ച കുലദേവത അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? അവർക്ക് ഒരു നേട്ടവും കുലദേവതയുടെ ആരാധന കൊണ്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ കുലദേവതയെ ആരാധിച്ചാൽ എനിക്കുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവർക്ക് ഒരു നേട്ടവും ഈ കുലദേവത ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ആ പാവങ്ങൾക്ക് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല, ആ പാവങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായിട്ടില്ല. അതെല്ലാം ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോൾ ഉണ്ടായ എന്താ പറയുക റിസർവേഷനിൽ നിന്നാണ്. അവർക്ക് പഠിക്കാൻ പോലുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ കുലദേവതയെ അവർ ആചരിച്ചത് കൊണ്ട് അവർ എന്ത് നേട്ടം നേടി? എല്ലാവരും ഈ ബ്രാഹ്മണരുടെ നായരുടെ ഒക്കെയാണ് കുലദേവതകൾ. അത് ആ കുലദേവതയുടെ ആചരണം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. കുലദേവതയുടെ ആചരണമാണ് അവർക്ക് സ്വത്തുണ്ടാക്കി കൊടുത്തത്. അപ്പൊ പുലയ കുലത്തിന് എന്താ ദേവി ഇതൊന്നും കൊടുക്കുക? ദേവിയാണ് അവരുടെ പ്രധാന ദേവതകളിൽ ഒരാള്. ദേവി എന്താ അതൊന്നും കൊടുക്കാതിരുന്നത്? പറയ കുലത്തിൽപ്പെട്ടവര്, വടക്കൻ ചൊവ്വയെ ഉപാസിച്ചിരുന്നത് പറയ കുലത്തിൽപ്പെട്ടവരാണ്. പറയ കുലത്തിൽപ്പെട്ടവർക്ക് എന്താ ഒന്നും ദേവി കൊടുക്കാതിരുന്നത്? പുലയ കുലങ്ങളിൽപ്പെട്ടവർക്കൊന്നും അവരുടെ കുലാരാധനയിലെ ദേവതകൾ പ്രസാദിച്ചവർക്ക് എന്ത് നേട്ടമാണ് കൊടുത്തത്? ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ കുലദേവതകളെ ആരാധിക്കണം എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായതാ? ഒരു ചോദ്യം, അതെ, അത് ഞാൻ കർമ്മഫലം അനുസരിച്ച് കുലത്തിൽ ജനിക്കണം എന്നില്ല, കർമ്മഫലം അനുസരിച്ച് വരിക. കുലം ജനിച്ചോളണം എന്നില്ല. കുലം എവിടെ ജനിച്ചാലും കർമ്മഫലം അനുസരിച്ചേ വരുള്ളൂ. കാരണം സൂര്യന്റെയും കുന്തിയുടെയും പുത്രനാണ് കർണൻ. കുലത്തിന്റെ ഗുണം കിട്ടിയില്ല, കർമ്മഫലാണ് ഉണ്ടായത്. കാരണം പോയി ജനിച്ചത് സൂതന്റെ വളർന്നതൊക്കെ സൂതന്റെ കുടുംബത്തിലാണ്. ക്ഷത്രിയ കുടുംബത്തിൽ ജീവിക്കേണ്ടിയിരുന്ന ആള് അവിടെ ജനിച്ചിട്ടും വിധിവൈപരീത്യം കൊണ്ട് സൂതകുലത്തിലാണ് പോയി പെട്ടത്. അപ്പൊ അതുകൊണ്ട് കുലത്തിൽ ജനിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല.
തലയിലെഴുത്ത് ശരിയായിരിക്കണം, അതനുസരിച്ചേ വരുള്ളൂ. അപ്പൊ അതിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ കുലം കൊണ്ടെന്താ, കുലദേവത കൊണ്ടെന്താ ഗുണം? അല്ലെങ്കിൽ കർണന്റെ കുലദേവത ആരാ? അധിരഥന്റെയോ രാധയുടെയോ, അതോ സൂര്യന്റെയോ കുന്തിദേവിയുടെയോ? എൻ്റെ കുലദേവത എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ അമ്മയുടെയോ? ഇനി ഈ കുലദേവത എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ തരുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം. വല്ലാണ്ട് ചിന്തിച്ചാൽ ഒരു അന്തം ഉണ്ടാവില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ എൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ കുലദേവതകൾ, ധർമ്മദേവതകൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതയുണ്ട്. നാച്ചുറലി നമുക്ക് ചില ദേവതകളോട് ഇൻക്ലിനേഷൻ ഉണ്ടാവും. ആ ദേവതകളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കുലത്തിലേക്ക് കുലദേവത ഉണ്ടെങ്കിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കാർന്നോന്മാരിൽ ഒരാള് എവിടെയോ പോയി ഉപാസിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയതാണ് നമ്മുടെ കുലദേവത. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയാണ് പിന്നീട് കുലദേവതയായി തീർന്നത്. അപ്പൊ കുലദേവതയുടെ പുറകെ ഒന്നും പോകണ്ട, അങ്ങനെ ഒരു സാധനമില്ല. ഇതെപ്പോഴും മുകളിലോട്ട് നോക്കിയിട്ടാണ് ഈ ചിന്തിക്കുന്നത്, കുലദേവത കുലദേവത കുലദേവത. അതുകൊണ്ടാണ് ഞാൻ പറയ വർഗത്തിന്റെ കുലദേവത എടുത്തത്. അവർക്കുണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും അവർക്കുണ്ടാക്കി കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഭൗതികമായിട്ടൊരു നേട്ടം അവർക്കുണ്ടായിട്ടില്ല, ഭൗതികമായിട്ടുള്ളൊരു നേട്ടം അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് വാഴക്കുല ചെങ്ങമ്പുഴയുടെ. അപ്പം ആധ്യാത്മികമായിട്ടൊരു നേട്ടം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല, ഇല്ല. അപ്പൊ അവർക്കില്ലാത്തത് എങ്ങനെയാ? നായർക്കും നമ്പൂതിരിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങോട്ട് അനക്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ആരാധിക്കേണ്ടേ? ഞങ്ങൾക്കൊരു ദേവത വേണ്ടേ? വേണം. ഇഷ്ടദേവതയെ ആരാധിച്ചോ. എല്ലാവർക്കും ഇല്ലേ ഇഷ്ടദേവത? അപ്പം ഇഷ്ടദേവതയെ എങ്ങനെയാ നമുക്കെങ്ങനെയാ ഒരാളോട് ഇഷ്ടം തോന്നുക? നമ്മളുടെ മനസ്സിന്റെ വാസനകൾ അനുസരിച്ചിട്ടാണ് നമുക്കൊരു ദേവതയോട് ഇഷ്ടം തോന്നുന്നത്. നമുക്ക് ഏത് ദേവതയോടാണോ ഇഷ്ടം തോന്നുന്നത് അത് മനസ്സിലായാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഏകദേശം ഗ്രഹിക്കാൻ സാധിക്കും. ഇത് പരസ്പരം കണക്റ്റഡാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടദേവതാരാധനയാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കുലദേവതയെ ആരാധിക്കണം. എന്നിട്ട് പാവങ്ങൾ നെട്ടോട്ടം ഓടുക കുലദേവത എവിടെയാന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ഈ കുലദേവതയെ കാണാത്തത് കൊണ്ടുള്ള വിഷമത്തിൽ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്നറിയോ? അപ്പൊ അവർക്കായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു സൊല്യൂഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ പോലെ കുലത്തിൽപ്പെട്ടവർക്ക് അവരുടെ കുലദേവത ആരാധന കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം സവിസ്തരം പറഞ്ഞു തരണം, വിത്ത് എവിഡൻസ്. വെറുതെ പറഞ്ഞാലൊന്നും പറ്റില്ല. ഞാൻ വിത്ത് എവിഡൻസ് എല്ലാം സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും വലുതാകിട്ട് ഇനി അങ്ങനെയില്ല. പുതിയ തലമുറയില്ലേ, അവർക്ക് ഒരു ദേവതയോടും ഇഷ്ടമില്ല. ഒരുപാട് ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചപ്പം എന്നോടൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ ധാർമ്മിക ഈശ്വര വിശ്വാസിയാണ്, ഒരു അമ്പലത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ മകനൊരു ആക്സിഡന്റ് ഒക്കെ പറ്റി മാനസികമായിട്ടൊന്ന് തളർന്നിരിക്കുന്നതുകൊണ്ടൊന്ന് സംസാരിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോനെ ഇഷ്ടദേവത ആരാന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു അച്ഛനെ ഒന്ന് നോക്കണ്ടത്, ഡയറക്റ്റായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്കളെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടദേവത ഇല്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വേറെ നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടദേവത ഉണ്ടാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ മോൻ? കണ്ടിട്ടുണ്ട്. ഇതിൽ ആരോടാ മോന് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരേപോലെയാണ് അവിടെ. എന്നിട്ട് എന്നോട് അടുത്ത ചോദ്യം ചോദിക്കുക, അങ്ങനെ ഇഷ്ടദേവത ഇല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷെ കുറച്ചു കാലം മോൻ ജീവിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം ഒരു ഇഷ്ടദേവത വേണം എന്ന് തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അനവധി ദേവതകളുള്ള സൂപ്പർ മാർക്കറ്റിലാണ് മോൻ വരേണ്ടത്. ഒറ്റ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നവരെടുത്ത് പോകരുത്. ഒറ്റ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്, അവരെടുത്ത് പോകരുത്. ഇവിടെ വെറൈറ്റി ആവുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ട് മോന് സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് മാത്രം മോൻ ഓർത്ത് വെച്ചാൽ മതി. എന്നെങ്കിലും ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഉള്ളത്. അങ്ങനെ ആവശ്യമായിട്ട് വരുമ്പം ഭാരതീയ സംസ്കാരമാകുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് വരണം. സെമിറ്റിക് മതം ആകുന്ന ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകരുത്. അവിടെ പോയാൽ ഒറ്റ സാധനം കിട്ടും. ഇവിടെ വന്നാൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അത്രേ പറഞ്ഞാൽ വിട്ടത്. അപ്പൊ ഇഷ്ടദേവതകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
അപ്പൊ ഇഷ്ടദേവതകൾ ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ആരാധിക്കും എന്നുള്ളതിനാണ് ഈ മനസ്സ്, ഈ ശ്വാസോച്ഛ്വാസം, ബോധം തുടങ്ങിയ കാര്യങ്ങളെ മെഡിറ്റേഷൻ ഉപയോഗിക്കുക. ഇഷ്ടദേവതകൾ ഇല്ലാത്തവർക്ക് അവർക്ക് നാമം കിട്ടില്ല, അവർക്ക് രൂപം കിട്ടില്ല. ശ്വാസോച്ഛ്വാസം ന്യൂട്രലാണ്, അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ബോധം ന്യൂട്രലാണ്, അപ്പോഴും പ്രശ്നമൊന്നുമില്ല. അതിനെ ആരാധിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വിചാരിക്കാം. എല്ലാ ദൈവങ്ങളും ഒന്നിന്റെ ആണെങ്കിലും അരിമാവ് കൊണ്ട് തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, അരിമാവ് കൊണ്ട് തന്നെയാണ് ദോശ ഉണ്ടാക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നതെങ്കിലും എനിക്കിഷ്ടമില്ല. മനസ്സിലായി? വിചാരിക്കുക, എനിക്കറിയാലോ ഇഡ്ഡലി അരിമാവാണ്, ദോശ അരിമാവാണ്, ഊത്തപ്പം അരിമാവാണ്. പക്ഷെ 3 കൂടെ തന്നാൽ ഞാൻ ഇഡ്ഡലി കഴിക്കുള്ളൂ. അപ്പം സത്യത്തിലെല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ അതിനാണ് ഈ രൂപം. നമ്മുടെ ഇഷ്ടം ഒരു വെയ്ഗല്ല, നമ്മുടെ ഇഷ്ടം വളരെ ഡിഫൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടദേവത പ്രിസൈസ് ആയിരിക്കണം. നമ്മൾ എല്ലാ ദേവതകളും ഒന്നാണെന്ന് പറഞ്ഞു പോകുമ്പം അതൊരു ഒഴുക്കം മട്ടാണ്. എല്ലാ ദേവതകളും ഒന്നല്ല. എല്ലാ ഏത് ദേവതയും അങ്ങ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ദേവതയെ ഉപാസിച്ച പരമമായത് കിട്ടും. ഏത് ദേവതയെ ഉപാസിച്ച, കൃഷ്ണനെ ഉപാസിച്ചാലും എത്തും, ത്രിപുരസുന്ദരിയെ ഉപാസിച്ചാലും എത്തും, കാളിയെ ഉപാസിച്ചാലും എത്തും. ഏത് ദേവതകളെ ഉപാസിച്ചാലും പരമമായതിൽ എത്തും. ഇനി ഭഗവാൻ ഒരു കാളയാണ് എന്ന് വിചാരിച്ച് ഉപാസിച്ചാലും എത്തും. ഓച്ചിറത്തേവര് അങ്ങനെയാണ് ഉണ്ടാവുന്നത്, പോത്തായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് രൂപത്തിലാണോ ഈശ്വരനെ കൽപ്പിക്കുന്നത് ആ രൂപത്തിൽ ഈശ്വരനെ എത്തും. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഫ്രീ ആയി. നമ്മൾ ഈ കുലദേവത കോൺസെപ്റ്റിൽ നിന്ന് തന്നെ മുക്കി, കുലദേവതകൾ മുഴുവൻ ജാതി അടിസ്ഥാനത്തിലാണ് ഈ കുലദേവതകൾ. ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ റിച്വൽസും ജാതി അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ബ്രാഹ്മണരുടെ ജാതിയെ മാത്രമേ കാണുന്നുള്ളൂ. അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യണം എന്നാ പറയണത്. ഒരു തെയ്യം കെട്ടാൻ എനിക്ക് പറ്റുമോ? ബ്രാഹ്മണരുടെ പൂജ ചെയ്യാൻ എനിക്ക് ഇന്ന് പറ്റും. എനിക്കതിന് ആരുടെ അനുവാദം വേണ്ട. അത് പഠിച്ച് പരീക്ഷ പാസ് എഴുതിയാൽ എനിക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടും. പ്രായം കൂടി നോക്കിയിട്ട് എനിക്ക് കിട്ടില്ല, എൻ്റെ പ്രായം കറക്റ്റ് ആണെങ്കിൽ. അതേപോലെ യോഗ്യതയുണ്ടെങ്കിൽ പൂജ പഠിക്കാം ആവാം എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ തെയ്യം കെട്ടാൻ പറ്റുമോ? എനിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം കെട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് ജാതി വിവേചനല്ലേ? നമ്പൂതിരി കാണിച്ചാൽ മാത്രമേ ജാതി വിവേചനാവുള്ളൂ. ഇത് ജാതി വിവേചന അല്ലേ? തെയ്യോട്ടക്കാവ് പയ്യന്നൂരിന്റെ അടുത്ത്, അതിന്റെ അകത്തേക്ക് ആർക്ക് പോകാൻ പറ്റില്ല. മണിത്തൂണിലാണ് ഭഗവതി ഇരിക്കുന്നത്. തെയ്യം നമ്മളുടെ അടുത്തേക്ക് വരിക. അവിടെ ലൈറ്റ് പോലും ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതൊരു അമ്പലത്തിലാണ് നടക്കുന്നതെങ്കിലോ അത് വിവേചനാണ്. അപ്പൊ നമ്പൂതിരി ചെയ്താൽ മാത്രമേ വിവേചനയുള്ളൂ, ബാക്കിയുള്ളവർ ചെയ്താൽ വിവേചന ഇല്ലേ? നമ്പൂതിരി അല്ലാത്ത ഞാൻ, ഇതര സമുദായക്കാരനല്ലാത്ത ഞാൻ, എനിക്ക് തെയ്യം കെട്ടണം എന്ന് ആഗ്രഹമുണ്ട്, യോഗ്യതയുണ്ട്, മെനക്കെട്ട് തോറ്റവും പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഏകദേശം പ്രൊസീജിയറും അറിയാം. കെട്ടാൻ പറ്റുമോ? എന്തേ പറ്റാത്ത? മറ്റേതിന് മുറവിളി കൂട്ടുന്നുണ്ടല്ലോ. അത് ചെയ്തില്ലെങ്കിൽ, അതിനനുവദിച്ചില്ലെങ്കിൽ അത് ജാതി വിവേചനമാണ് എന്ന് പറഞ്ഞ് എന്തോരം ബഹളമായി നാട്ടിൽ നടത്തുന്നത്. ഒരു സാധാരണ മനുഷ്യനായ എനിക്ക് ഇത് സാധിക്കില്ലെങ്കിൽ ഇവിടെ എവിടെയാണ് ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കിയിട്ടുള്ളത്? ഇവിടെ എന്ത് ജാതി വ്യവസ്ഥയാണ് ഇല്ലാതായിട്ടുള്ളത്? അവര് നമ്മളെ തൊടും എന്നുള്ളതേ ഉള്ളൂ നമുക്ക്. പക്ഷെ അവർ കെട്ടിയാടുന്നതൊന്നും കെട്ടിയാടാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇന്ന് പൂജ ചെയ്യാം. ഗുരുവായൂര്, ശബരിമല, അതിപ്പോ കേസ് കൊടുത്തിട്ടുണ്ട്, ഒഴിച്ച് ബാക്കി എല്ലാ അമ്പലങ്ങളിലും എനിക്ക് ശാന്തിയും കിട്ടും. പക്ഷെ ഇവിടുത്തെ തെയ്യ കോലങ്ങളിൽ ഒന്നുപോലും കെട്ടാൻ അതാത് ജാതിയിൽ പിറക്കാത്തയാളാണ് ഞാനെങ്കിൽ എനിക്ക് സാധിക്കാത്തിടത്തോളം കാലം വിവേചനം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ രാഷ്ട്രീയത്തിലില്ലാത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് ആരുടെയും വോട്ട് വേണ്ട. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നാളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒന്നും എനിക്ക് വിഷയമല്ല. ഇനി എന്നെ നിങ്ങളങ്ങോട്ട് ഔട്ട്കാസ്റ്റ് ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സ്വയം ഔട്ട്കാസ്റ്റ് ആയിട്ട് മാറി നിൽക്കുക, എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഇതാരും സാധാരണ ചോദിക്കില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? പറ്റണ്ടേ? അത് സാധിക്കുമെങ്കിൽ ഇതൊന്നും സാധിക്കണം. അവർക്ക് വേറെ ജോലിയൊന്നും കിട്ടാനില്ല പാവങ്ങൾ. പണ്ടെങ്ങാണ്ടോ അവർ ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചു എന്ന് ബ്രിട്ടീഷുകാരൻ എഴുതിയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലായി പറയണത്. ഇവിടെ തനതായിട്ടുള്ളൊരു ചരിത്രം പോലും ഇല്ല.
എന്നിട്ട് ആ ചരിത്രത്തിന്റെ ബ്രിട്ടീഷ് വിഭജിച്ച് ഭരിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരൻ രചിച്ച ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ അത് ചെയ്താൽ വിവേചനമാകുമെങ്കിൽ ഇവർ ഇത് ചെയ്താലും വിവേചനമാകില്ലേ? അതും ഒഴിവാക്കേണ്ടതല്ലേ? ഇവിടെ ആർക്കും അവരുടെ യോഗ്യത അനുസരിച്ച് താല്പര്യമനുസരിച്ച് എന്തും ചെയ്യുവാൻ അധികാരമുള്ള ഒരു കാലം എന്ന് വരുന്നുവോ അന്ന് മാത്രമേ ഈ വിവേചനമില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അമ്പലത്തിന്റെ പറഞ്ഞോളൂ. കേസായി ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ ഈ ഒരു അഭിപ്രായം ഉണ്ട്, ആൾക്കാരുടെ. അപ്പൊ അതുകൊണ്ട് മറ്റേത് വിളിച്ചാലും കേസാട്ടോ. അല്ല നമ്പൂരിന്ന് വിളിച്ചാലും കേസാ, നായരെന്ന് വിളിച്ചാലും കേസാ, പറയുന്ന വിളിച്ചാലും കേസാ, പോലെയെന്ന് വിളിച്ചാലും കേസാ. കേസ് കൊടുത്ത കേസാ. ജാതി വിളിച്ച് ആക്ഷേപിച്ചാൽ അവിടെ ജനാധിപത്യം ഉണ്ട്. അങ്ങനെ കേസ് കൊടുത്ത് അകത്തായ കേസ് എനിക്കറിയാം, അതായത് കേസാ. അല്ല മറ്റേത് കേസാ, തെളിവ് വേണമെന്നേ ഉള്ളൂ. തെറ്റാ. നമ്പൂതിരി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചാലും ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ് കേസാ. വിളിച്ചാൽ മറ്റേത് കേസല്ല, അധിക്ഷേപിച്ചാലേ കേസുള്ളൂ. അധിക്ഷേപിച്ചു എന്ന് കോടതിക്ക് ബോധ്യം വന്നാലേ കേസുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചോദ്യമാണ്. ഇത് സാധാരണ ആരും ചോദിക്കുകയല്ല. കാരണം ഒക്കെ പലർക്കും പലതരത്തിലുള്ള, എനിക്കൊരു സംഗതിയില്ല, ഒരംഗീകാരവും വേണ്ട. പക്ഷെ എന്റെ ചോദ്യമാണ്, എനിക്ക് കെട്ടിയാടണം മുച്ചിലോട്ട് ഭഗവതി പറ്റുമോ? ഇപ്പൊ പറ്റില്ല, 10-62 വയസ്സായി, ഇനി എന്ത് കേട്ടാടാ. പക്ഷെ ഇത് ഇവിടെ എനിക്കൊരു ചെറുപ്പക്കാരന് തോന്നുകയാണ്, അയാൾ ആ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളല്ല, അത് പറ്റില്ല. അപ്പൊ ഇവിടെ എവിടെയാണ് എന്ത് വിവേചനമാണ് ഇല്ലാതായത്? ഇവിടെ എന്ത് സമത്വമാണ് ഉണ്ടായിട്ടുള്ളത്? മനുഷ്യനെ മനുഷ്യനായിട്ട്, ആണും പെണ്ണും ഒന്നുമല്ല, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്ന ഭാരതീയ സംസ്കൃതി വീണ്ടും അതിൻ്റെ ഉജ്ജ്വലതയോടുകൂടി തിരിച്ചു വന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് രാഷ്ട്രീയക്കാരുടെ ആശയാദർശങ്ങൾക്ക് സാധിക്കില്ല. ഭാരതം എന്ന് പറഞ്ഞാൽ അല്ല, അത് വേറെ കാര്യം. അവർ പറഞ്ഞോട്ടെ, ആരും എവിടെയെങ്കിലും പറഞ്ഞോട്ടെ. ആ സംസ്കൃതി അത് സെക്ടേറിയനല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആഗമാപായിനോ വിധി, അത് ഇന്ത്യക്കാർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ളൂ. ഇപ്പൊ എന്നെ ഒരാൾ പഠിപ്പിക്കാൻ തീരുമാനിച്ച അയാളെ ഔട്ട്കാസ്റ്റ് ആക്കും, അയാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കും. എന്നെ ആ സമുദായത്തിലെ ഒരു അംഗം പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അയാളെ പുറത്താക്കും എന്നുള്ള പേടികൊണ്ടാ അയാൾ അകത്ത് നിൽക്കുന്നത്. ഏത് പുറത്താക്കലോ? ഇതുവരെ ആരെയും പഠിപ്പിക്കാൻ ഒരു തുനിഞ്ഞിട്ടില്ലേ? അത് പറയരുത്. മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട്. ഇതൊക്കെ ഞാൻ മുന്നോട്ട് വന്നവരുടെ വേദനകളും കൂടിയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഈ മുന്നോട്ട് വന്നവർ എന്നോട് വന്ന് അവരുടെ വേദനകൾ പങ്കുവെക്കുന്നതാണ് ഞാൻ. എനിക്ക് കഴുതയ്ക്ക് കാമം കരുതി തീർക്കാനല്ലേ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ നിയമമൊന്നുമില്ല മാറ്റാൻ. ഞാനോട്ട് ഇലക്ഷൻ നിൽക്കാനും പോകുന്നില്ല. അപ്പം നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പം ചിലർക്ക് എന്നോട് വലിയ വിരോധം തോന്നും. ഞാൻ ഒരു ദളിത് വിരോധിയാണ്. ഞാൻ ആരുടെയും വിരോധിയല്ല, മനുഷ്യനാണ്. എൻ്റെ മുമ്പ് എനിക്ക് ജാതിയില്ല, ഞാൻ ജാതിയെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഒരാളെ കാണുമ്പോൾ അയാൾ ഏത് ജാതിയാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ വരികയേ ഇല്ല. ഞാൻ ജാതിയെക്കുറിച്ച് ആദ്യം ബോധവാനാകുന്നത് എൻ്റെ ഈ 21-ാമത്തെ വയസ്സിലാണ്. അതുവരെ ഞാൻ വളർന്ന സാഹചര്യം ജാതിയുള്ളതല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അതില്ല. ഇല്ലാന്ന് ഞാൻ വെറുതെ ഭംഗിവാക്ക് പറയുന്നതല്ല, നിങ്ങൾക്ക് എന്നോട് ഇടപഴകിയാൽ അത് മനസ്സിലാവും. അത് നോക്കിയിട്ടല്ല, മനുഷ്യനാണ് പ്രധാനം. മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്ന ഒരൊറ്റ സംസ്കാരം മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് ഭാരതീയ സംസ്കൃതിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാകാം, പക്ഷെ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതി അതിൻ്റെ ഉജ്ജ്വലതയിൽ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇവിടെ പറയിപ്പെട്ട പന്തിരു കുലങ്ങൾ ഈശ്വരാംശമാണ് എന്ന തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ കുലദേവത ഒക്കെ ഞാൻ ഇന്ന് സംസാരിച്ചു, അത് നിർത്തി. ഇനി ലാസ്റ്റ് നമ്മൾ മെഡിറ്റേഷനിൽ എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിസ്തരിക്കണം. അപ്പം അത് ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശുചൗദേശേ ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാനസമാത്മന നാത്യുച്ഛ്രിതം നാതിതീവ്രം ശൈലാജിന കുശോത്തരം.
അതായത് ശുചൗ ദേശേ, വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം. അത് നമ്മൾ ആദ്യത്തെ ദിവസം കേട്ടു. വൃത്തിയുള്ള സ്ഥലത്തിൽ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. നല്ല വൃത്തിയുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കണം. സാമാന്യം വൃത്തിയുള്ളൊരു സ്ഥലം, അവിടെ പ്രതിഷ്ഠാപ്യ, അവിടെ നമ്മളെ പ്രതിഷ്ഠിക്കണം, ഇരിക്കണം. സ്ഥിര മാനസമാത്മന, ആസനം സ്ഥിരമാസനമാത്മന, അതായത് സ്ഥിരതയുള്ളതും ശുദ്ധമായ സ്ഥലത്ത് സ്ഥിരതയുള്ള, നമ്മുടെ ശരീരത്തിന് ഇളക്കമൊന്നും തട്ടാത്ത ഒരു ഇരിപ്പിടത്തിൽ താൻ ഇരിക്കണം. അപ്പം സുഖമുള്ള ഒരു സ്ഥിര സുഖമാസനം എന്ന് പതഞ്ജലി മഹർഷി. സ്ഥിരതയുള്ളതും, അതായത് ടോപ്പിൾ ചെയ്യാത്തതും ഇളകാത്തതും സുഖത്തെ തരുന്നതുമായിട്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കണം. പണ്ട് കാലത്ത് പട്ടാളത്തിൽ ഒരു കമ്പിളി കൊടുക്കുമായിരുന്നു, കരിമ്പടം. ഇപ്പോഴും കിട്ടുമെന്നാണ് തോന്നുന്നത്. പട്ടാളത്തിലേ കിട്ടും, പുറത്ത് കിട്ടില്ല. അത് ഒരു 4, 5, 6 മടക്കായിട്ടിട്ടാൽ അത് സ്ഥിരതയുള്ളതുമാണ്, സുഖമുള്ളതുമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് യോഗ കുഷൻസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മീഡിയകളിൽ മുഴുവൻ വാങ്ങിക്കാൻ കിട്ടും. പലതരത്തിലുള്ള ഇരിക്കാനുള്ള ഉപകരണങ്ങൾ, ഓൺലൈൻ യോഗ കുഷൻസോ യോഗ മാട്രസ് എന്ന് പറഞ്ഞിട്ട് ആമസോണിലൊക്കെ ബ്രൗസ് ചെയ്താൽ പലതരത്തിൽ, ഫ്ലിപ്കാർട്ടിലും പലതരത്തിലുള്ള വരും. അതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കാം. സ്ഥിരതയുള്ളതും സുഖകരവുമായത്, ശരീരത്തെ മറക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ട് വേദന എടുക്കാത്തതായിട്ടുള്ള ഒരു ഇരിപ്പിടം. നാത്യുച്ഛൃതം, അധികം പൊക്കത്തിലിരിക്കരുത്. ഞാനന്ന് പറഞ്ഞു, വരുന്നവരെല്ലാം തന്നെക്കാൾ ചെറുതാണെന്ന് തോന്നും, ഉത്കർഷതാബോധം ഉണ്ടാവും. നാദി നീചം, വല്ലാണ്ട് താഴെ ഇരിക്കരുത്, അപ്പോൾ വരുന്നവരെല്ലാം തന്നെക്കാൾ മുകളിലാണെന്ന് തോന്നും. രണ്ടും തോന്നാൻ പാടില്ല. സുപ്പീരിയോറിറ്റി കോംപ്ലക്സും പാടില്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും പാടില്ല. ഈക്വൽ ആയിട്ട് നമുക്ക് ആൾക്കാരെ കാണാൻ സാധിക്കണം. അങ്ങനെ വേണം. ശൈലാജിന കുശോത്തരം, മാൻതോല്, പുലിത്തോല്, ഇന്ന് അതൊക്കെ കിട്ടിയാൽ അകത്താവും. ഞങ്ങളുടെ സംസ്കാരത്തിൽ മാൻതോലിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പുലിത്തോലിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റുകാരറിയാതെ മാൻതോലോ പുലിത്തോലോ വല്ലതും വീട്ടിൽ കൊണ്ടുവന്ന് വച്ചാൽ പിന്നെ സെക്യൂർഡായി ജീവിതം. ഒന്നിനെ പറ്റി പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഈ മൃഗങ്ങളുടെ തൊലിയിൽ നിന്ന് ഔട്ടാണ്. കുശപ്പുല്ല് കൊണ്ടുള്ള ഇരിപ്പിടം കാശിയിലൊക്കെ പോയാൽ ഇപ്പോൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അത് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും. അപ്പോൾ ഏറ്റവും നല്ലത് കരിമ്പടമാണെന്നാണ്, അല്ലെങ്കിൽ അതുപോലത്തെ കട്ടിയുള്ള മാട്രസുകളാണ്, അല്ലെങ്കിൽ യോഗ കുഷൻസ്. അതിലിരിക്കണം. ഇരുന്ന് ശരീരത്തെ റിലാക്സ് ചെയ്യണം. ബോഡിയിലെ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ച് മന്ത്രത്തിലേക്ക് വന്ന് ആ മന്ത്രം നമ്മൾ എത്ര പ്രാവശ്യം നമ്മളെ കൊണ്ടുപോയാലും തിരിച്ചു കൊണ്ടുവന്ന് മന്ത്രത്തിൽ മാത്രമായിട്ട് നിൽക്കും. കുറച്ച് കോൺസെപ്റ്റ്സ് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ഇത് സവിതർക്ക സമാധി. ആ കോൺസെപ്റ്റ്സ് മുഴുവൻ പോയി ശബ്ദം മാത്രമായിട്ട് നിൽക്കുമ്പം നിർവിതർക്ക സമാധി. അത് കഴിഞ്ഞാൽ ആ ശബ്ദം എന്ന് പറയുന്നത് ഊർജ തരംഗമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക. സൂക്ഷ്മത കൂടുന്തോറും അത് ശബ്ദം എന്ന് പറയുന്നത് ഒരു ഊർജ തരംഗമാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പം വിചാര സമാധി, സവിചാര സമാധി. ആ ഊർജ തരംഗം അവിടെ മാത്രം തളം കെട്ടി നിൽക്കുന്നതല്ല, അതെല്ലായിടത്തും ഉള്ളതാണ്. ഒബ്ജക്റ്റീവായിട്ടുള്ളതെല്ലാം ആ ഊർജ തരംഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിർവിചാര സമാധി. അപ്പോൾ ഒബ്ജക്റ്റീവ് തലത്തിൽ പൂർണ്ണമായി. ഇനി ഇതാരെ അനുഭവിക്കുന്നത് എന്നുള്ളതിലേക്ക് മനസ്സ് ബോധം കടക്കുമ്പോൾ ആനന്ദ സമാധി, ഒരു ആനന്ദമുണ്ടാകും. അത് മനസ്സ് നിശ്ചലമാകും. അതിൽ അഹങ്കാരം മാത്രമായിട്ട് പ്രതിഫലിക്കും. അത് ആനന്ദ സമാധി. മനസ്സിന്റെ തലം ഈ സമാധിയിൽ നമ്മൾ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ആ തലം വിട്ട് നമ്മൾ ശുദ്ധ ബുദ്ധിയുടെ ബോധത്തിന്റെ തലത്തിലേക്ക് എത്തും. ആ ബുദ്ധിയുടെ തലത്തിലാണ് പുരുഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പുരുഷന്റെ സാമീപ്യം കൊണ്ട് പ്രകൃതിക്ക് വൈഷമ്യം ഉണ്ടാകും. ഗുണവൈഷമ്യം ഉണ്ടാകുമ്പോൾ പ്രകൃതി അവ്യക്തമാകും. ആ അവ്യക്തമായത് ബുദ്ധിയായി തീരും. ബുദ്ധിയിൽ പുരുഷൻ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ജീവൻ. എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ആയിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ആ ശുദ്ധ നിശ്ചല ബുദ്ധിയിൽ പ്രതിഫലിക്കുന്ന ബോധമാകുന്ന പുരുഷൻ, അതിനെ നമ്മൾ അറിയാൻ തുടങ്ങുമ്പോൾ അത് അസ്മിതാ സമാധി. അസ്മിത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന, അതാണ് നമ്മുടെ റിയൽ ഞാൻ. മറ്റേ ഞാൻ എന്ന് മനസ്സും ഒക്കെ പറയുന്നത് അഹങ്കാരമാണ്. അത് പ്രകൃതിയുടെ ഭാഗമാണ്. അസ്മിത എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഐ മേക്കർ, എന്നെ ഉണ്ടാക്കുന്നതാണ്. അസ്മിത എന്ന് പറഞ്ഞാൽ അയാംനെസ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അസ്മിത എന്ന തലത്തിലേക്ക് എത്തും. ആ അസ്മിത എന്ന തലത്തിൽ നിൽക്കുമ്പോൾ ബുദ്ധിയിൽ പ്രതിഫലിച്ച് നിൽക്കുന്ന ബോധത്തെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും.
പിന്നെ അത് തീവ്രമാകുമ്പം ഡീപ്പറാകുമ്പോൾ ഇതുവരെയുള്ളത് സംപ്രജ്ഞതാ സമാധി, അത് ഡീപ്പറാകുമ്പം അതിനപ്പുറമുള്ള അസംപ്രജ്ഞതാ സമാധിയിലേക്ക് പോകും. ഇതൊന്നും നമുക്ക് പോക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ മെഡിറ്റേഷനിൽ തുടങ്ങി താനെ സംഭവിക്കണം. അപ്പം നമ്മളൊരു മെഡിറ്റേഷൻ തുടങ്ങി, ആ മെഡിറ്റേഷൻ പതുക്കെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഓവർ എ പീരിയഡ് ഓഫ് ഇയേഴ്സ് നമ്മൾ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് പോകും. അതോടൊപ്പം തന്നെ ആ പായിനു അനിത്യാസ്താം തിരിക്ഷസ്വ, ജീവിതാനുഭവങ്ങളെ തീവ്രതയോടുകൂടി അനുഭവിക്കും. അപ്പോൾ നിശ്ചലമാകുന്ന മനസ്സിൽ പ്രതിഫലിച്ച് കാണുന്ന ബോധത്തേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകും. അങ്ങനെ അനുഭവങ്ങളിലൂടെ ഊറി വരുന്ന ബോധത്തെ അനുഭവിച്ച് മെഡിറ്റേഷനും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്ന പോലെ ഇത് ഫാസ്റ്ററായിട്ട് ഈ പ്രോസസ്സ് നടക്കും. അങ്ങനെ നമ്മൾ ഇതൊന്നും നമുക്ക് ഞാൻ എന്ന എൻറ്റൈറ്റിക്ക് വിൽഫുള്ളി ഉണ്ടാക്കാൻ പറ്റില്ല, താനെ സംഭവിക്കും. പക്ഷെ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ യാത്ര പോകുമ്പം ഇതൊക്കെ അറിയാമെങ്കിൽ മാപ്പ് ഇൻ്റെടത്തിൻ്റെ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇവിടെ എത്തി എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ സാധാരണ ലൗകികരായതുകൊണ്ട് കിഴക്കോട്ട് നോക്കിയിരിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം കാലചക്രം തിരിയുന്നത് പടിഞ്ഞാട്ട് മുഖമായിട്ടാണെന്നാണ്. കാലചക്രം തിരിയുന്നത് പടിഞ്ഞാറ്റ് മുഖമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് കിഴക്കോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് സമൃദ്ധി ഉണ്ടാവുക. കിഴക്കോട്ട് നോക്കിയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പടിഞ്ഞാട്ട് നോക്കിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മി ഉപാസകര് പടിഞ്ഞാട്ട് നോക്കിയിരിക്കണം എന്നാണ്. വിജ്ഞാനദാഹികൾ, വിജ്ഞാന കുതികികൾ വടക്കോട്ട് നോക്കിയിരിക്കണം എന്നാണ്. ശത്രുക്കൾ നശിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ തെക്കോട്ട് നോക്കിയിരിക്കണം എന്നാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് നോക്കിയിരുന്നാലും ഒരു കുഴപ്പമില്ല. കാരണം പിന്നെ ദിക്കൊന്നുമില്ലല്ലോ, കണ്ണ് തുറന്നാലല്ലേ ദിക്കുള്ളൂ. അപ്പൊ ഇതില് തെക്കൊഴിച്ച് ബാക്കി മൂന്നിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. പ്രായമായിട്ടുള്ളവർക്ക് ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് നേടാനില്ല എങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കാം. അതല്ല ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിയും വേണമെങ്കിൽ കിഴക്കാണ്, വൈകുന്നേരം കിഴക്കോട്ട് നോക്കിയിരിക്കാം. പക്ഷെ വൈകുന്നേരം രാവിലെ പടിഞ്ഞാട്ട് നോക്കി അങ്ങനെ ഇരിക്കാറില്ല. ഇതൊക്കെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ പരിമിതി അനുസരിച്ച് തീരുമാനിക്കണം. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കിഴക്കോട്ടും തിരിഞ്ഞിരിക്കാൻ പറ്റില്ല, പടിഞ്ഞാട്ടും തിരിഞ്ഞിരിക്കാൻ പറ്റില്ല, വടക്കോട്ടും തിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങോട്ട് തിരിഞ്ഞിരിക്കും? തെക്കോട്ട് തിരിഞ്ഞിരിക്കും. കാരണം മെഡിറ്റേഷനാണ് പ്രധാനം, ദിക്കല്ല. മെഡിറ്റേഷനാണ് പ്രധാനം, ദിക്കല്ല. അതുകൊണ്ട് തെക്കോട്ട് നോക്കിയിരിക്കും, എന്നിട്ട് കണ്ണടയ്ക്കും. അപ്പൊ ഏതാ ദിക്ക്? ദിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി നമുക്ക് ഇപ്പൊ ഏകദേശം ക്ലിയർ ആയില്ലേ? ഇനി ബാക്കി മുഴുവൻ ക്ലിയർ ആക്കാനൊന്നും ഞാൻ വലിയ സർവജ്ഞാഘോഷമൊന്നുമല്ല. കുറച്ചൊക്കെ സംശയങ്ങൾ നമുക്ക് ബാക്കി വേണം, സംശയങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ഉത്തരം തേടി നിങ്ങൾ അലയണം. ആ അലച്ചിലാണ് ജ്ഞാനം ഉണ്ടാവുക. അല്ലാതെ എല്ലാം സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ സ്പൂൺ ഫീഡ് ചെയ്താലുണ്ടല്ലോ ഒരു കഴിവും ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കണം, കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആകണം, കുറച്ചൊക്കെ ക്ലാരിറ്റി ഇല്ലാതെ വരണം. ഞാൻ പറഞ്ഞത് നിങ്ങളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യണം, ഞാൻ പറഞ്ഞത് നിങ്ങളെ കുറച്ച് പ്രക്ഷുബ്ധരാക്കണം. നിങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങൾ ഉണ്ടാകണം. ഈ അതൊരു മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ബുദ്ധി ചിന്തിക്കുക, അതിൽ നിങ്ങൾക്ക് വെളിപാടുണ്ടാകും. ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് വെളിപാടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കും. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അടുത്ത വർഷവും വരണം എന്നാണ് പറഞ്ഞത്. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം 2027 ഇനി നമ്മൾ കാണുള്ളൂ. കാരണം ഈ വർഷം കഴിഞ്ഞല്ലോ, 26 കഴിഞ്ഞില്ല. 26ന്റെ സഭാസപ്തതി എന്ന് പറയുന്നത് 70 ദിവസമല്ലേ? ആ 70 ദിവസത്തിന്റെ അവസാനത്തെ 10 ദിവസം എന്ന് പറയുന്നത് 2027ന്റെ ആദ്യമല്ലേ? 26ന്റെ ആദ്യം ഈ ജാനുവരിയിലല്ലേ? ഇതിന് മുഴുവൻ നിങ്ങളുടെ പ്ലാൻ ചോക്ക് ചെയ്തില്ലേ? ഇനി അതിനകത്ത് 10 ദിവസം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയത്തെ 10 ദിവസം നെക്സ്റ്റ് സഭാസപ്തതിയിലല്ലേ കിട്ടുള്ളൂ. അത് 2027 കിട്ടുള്ളൂ. ജനുവരി 1 തൊട്ട് 10 വരെ ഒരു കൊല്ലേ ഉള്ളൂ. ഒരു കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് സവിതർക്ക സമാധിയിൽ എത്തണ്ടേ? അപ്പൊ അതിലെത്തിക്കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയുള്ള മെഡിറ്റേഷന്റെ വിവിധ തലങ്ങൾ നമുക്കത് ഇനി വരുന്ന കാലങ്ങളിൽ സംസാരിക്കാം. നഞ്ഞെന്തിനാ നന്നാഴി? നല്ല വിഷമാണെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതി, തട്ടിപ്പോകും. നല്ല വിഷമല്ല എങ്കിൽ ലിറ്റർ കണക്കിന് കുടിച്ചാൽ ഒരു ഗുണം ഉണ്ടാവുകയില്ല, അജീർണം പിടിച്ച ആകെ കുഴപ്പം. അപ്പൊ ഞാൻ വിളമ്പുന്ന വിഷം നല്ല അത്യുഗ്രം വിഷമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അങ്ങനെയല്ലേ എനിക്ക് ധരിക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ചടിച്ചാൽ മതി, തട്ടിപ്പോകും. ഞാൻ എന്നുള്ള ബോധം
ഇല്ലാണ്ടാവും. അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മെഡിറ്റേഷനിലേക്ക് നമുക്ക് കടക്കാം. ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പതുക്കെ പിന്തിരിച്ച് ശരീരത്തെ സുഖകരമായ രീതിയിൽ ഒന്നിരുത്തി, നടുവ് നിവർന്നു, നിവരാതെയോ സുഖകരമായിരിക്കണം. ഉറക്കം വരാത്ത രീതിയിൽ ഇരുത്താം. ശരീരമാംസപേശികൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്, റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ തല മുതൽ കാല് വരെ ഒന്ന് മനസ്സുകൊണ്ട് വീക്ഷിക്കുക. കണ്ണിൻ്റെ മസിൽസ്, മൂക്കിന് ചുറ്റുമുള്ള മസിൽസ്, ചുണ്ടുകൾക്ക് ചുറ്റുമുള്ള മസിൽസ്, താടിയെല്ലുകൾക്ക് ചുറ്റുമുള്ള മസിൽസ്, കാതിന് പുറകിലുള്ള മസിൽസ്, കഴുത്തിനുള്ള മസിൽസ്, ഷോൾഡർ മസിൽസ്, റിബ് കേജിലെ മസിൽസ്, ബാക്ക് മസിൽസ് കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ നിവർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അത് കുറച്ച് സ്റ്റിഫായിരിക്കും, കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. പക്ഷെ വയറ് ബാക്കി എല്ലാ മസിൽസും റിലാക്സ്ഡ് ആക്കാം. തുടകളിലെ മസിൽസ്, കണങ്കാലിലെ മസിൽസ്, പാദത്തിലെ മസിൽസ്, കാലടികളിലെ മസിൽസ് റിലാക്സ്ഡായി ശ്രദ്ധ പതുക്കെ മൂക്കിലൂടെ സ്വതന്ത്രമായി വന്നു പോകുന്ന ആഗമാപായിനോ അനിത്യ, ശ്വാസത്തിനും ചേരുന്ന ഡെഫിനിഷൻസാണ്. അതിനെ തീവ്രമായി, അതിനെ തിദീക്ഷസ്വ, അതിൽ നിന്നൊട്ടും വ്യതിചലിക്കാതെ അതിൽ തന്നെ നിന്നുകൊണ്ട് അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ മെഡിറ്റേഷൻ്റെയും കൂടി ഒരു സൂചകമാണ്. സ്വതേ വന്നു പോകുന്ന, സ്വതന്ത്രമായിട്ട് വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ അറിയുക. ഇടപെടരുത്, അത് വന്നു പോട്ടെ. ഇടപെടുന്നുണ്ട് എന്നറിഞ്ഞാൽ ഇടപെടാതിരിക്കരുത്. ഇടപെടുന്നുണ്ട് എന്നറിഞ്ഞാൽ ഇടപെടുന്നുണ്ട് എന്ന് അറിയുക. ഇടപെടാതിരിക്കാൻ ശ്രമിക്കരുത്. ഒരു ശ്രമവും ഇല്ല, വെറും എന്താ പറയുക, അവയർനെസ് മാത്രം. ശ്രദ്ധ മൂക്കിലൂടെ വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത മന്ത്രത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ശ്രദ്ധ മന്ത്രത്തിലേക്ക് വരുന്ന ആ നിമിഷം മനസ്സ് ആ മന്ത്രം ജപിച്ചു തുടങ്ങും. പ്രയത്നിക്കേണ്ട ആവശ്യമില്ല, അത് ജപിച്ചു തുടങ്ങും. കുറച്ച് നേരം ജപിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ പോകും. ശ്രദ്ധ അപഹരിക്കപ്പെടും. ചിന്തകളാകാം, മറ്റു പലതും നമ്മളിലേക്ക് വന്ന് നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കും. അങ്ങനെ വ്യതിചലിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയും വ്യതിചലിച്ചു. ആ സമയത്ത് കുറ്റബോധമില്ലാതെ, ധൃതിയില്ലാതെ, ആയാസരഹിതമായിട്ട് ശ്രദ്ധ നാം തിരഞ്ഞെടുത്ത നാമത്തിലേക്ക് കൊണ്ടുവരിക. ആ നിമിഷം മനസ്സ് അത് ജപിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ ചില ചിന്തകൾ നമ്മളെ വികാരവിക്ഷുബ്ധരാക്കും. അങ്ങനെ വികാരവിക്ഷുബ്ധരാക്കിയാൽ ആ വികാരത്തിൻ്റെ നീർപ്പിടുത്തത്തിൽ നിന്ന് പതുക്കെ മനസ്സിനെ വിടുവിപ്പിച്ച് കുറ്റബോധമില്ലാതെ, ധൃതിയില്ലാതെ, അനായാസമായി നാമത്തിലേക്ക് തിരിച്ച് ശ്രദ്ധ കൊണ്ടുവരിക. ചിലപ്പം നമ്മൾ അങ്ങനെ വിടുവിപ്പിച്ചാലും മനസ്സിൽ അത് ലിങ്ക് അറിയും. ആ ഫീലിംഗ്, ആ വികാരം വിട്ടുപോകാതെ ഒരു ഉറച്ച പാറ പോലെ ഒരു നീച്ചലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും.
അങ്ങനെ വന്നാൽ അതിനെ പറ്റിയിട്ട് വയറാവുക. തൽക്കാലം നാം ജീവിക്കേണ്ട ആ ഫീലിങ്ങിന് വയറാവുക. കുറച്ച് നേരം ആ ഫീലിങ്ങിനെ വയറായാൽ ക്രമേണ വെയിൽ വരുമ്പോൾ ഉരുകുന്ന മഞ്ഞു പോലെ ആ ഫീലിംഗ് ഡിസിപ്പേറ്റ് ചെയ്യും. അത് പതുക്കെ 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 അലിഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ പിടുത്തത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. അപ്പോൾ കുറ്റബോധമില്ലാതെ, ധൃതി പിടിക്കാതെ, അനായാസമായി ശ്രദ്ധ വീണ്ടും നാം തിരഞ്ഞെടുത്ത നമ്മുടെ രഹസ്യനാമത്തിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധ നാമത്തിലേക്ക് വരുന്ന മാത്രമേ നാമം ജപിക്കപ്പെട്ടു തുടങ്ങും. ആ ജപത്തിൽ ശ്രദ്ധ നിലനിർത്തി കൊള്ളുക. നാം മെഡിറ്റേറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അലാം അടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നാമത്തിൽ നിന്ന് പതുക്കെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇതൊരു അലാമായിട്ട് കണക്കാക്കുക. സ്വതന്ത്രമായി മൂക്കിലൂടെ വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ, അതിൻ്റെ നീളവും അതിൻ്റെ നീളമില്ലായ്മയും അതിൻ്റെ തടിച്ച ഘനീഭവിച്ച അവസ്ഥയും മെലിഞ്ഞ അവസ്ഥയും, അത് മുറിഞ്ഞു പോകുന്നതാവാം, അതിൻ്റെ പല അവസ്ഥകൾ അതിനെ അനുഭവിച്ച് അതിൽ നിൽക്കുക. ഏതാനും സെക്കൻഡ് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ നിലനിർത്തി കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ശ്രദ്ധ അടിമുടി ഒന്ന് വായിക്കുക. നമ്മുടെ ശരീരമൊക്കെ നമ്മൾ നേരത്തെ ഇരുത്തിയതുപോലെയല്ലേ, മസിലുകളെല്ലാം റിലാക്സ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് ഒന്ന് നോക്കിയിട്ട് പതുക്കെ കണ്ണു തുറക്കുക. കണ്ണു തുറന്ന് വളരെ പതുക്കെ ബാഹ്യമായ ലോകത്തിലേക്ക് തിരിച്ചു വരും. പതുക്കെ നമ്മുടെ ഈ 7 ദിവസത്തെ ഇതൊരു ആധ്യാത്മിക സാധന തന്നെയായിരുന്നു. തപസ്വാധ്യായ നിരതരായിരുന്നു നമ്മൾ. സ്വാധ്യായം ആദ്യം ചെയ്തു, തപസ് പിന്നെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തപസ്വാധ്യായ നിരതരായി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു. ചിലത് നിങ്ങൾക്ക് ഇഷ്ടമായതാവാം, ചിലത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതാകാം. ഭഗവാൻ ഗീത അവസാനിപ്പിക്കാൻ ചൊല്ലിയ ശ്ലോകാർത്ഥത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് ഞാനും പതുക്കെ വിടവാങ്ങുകയാണ്. വിമർശ്യ ഏതദശേഷാണി യഥേച്ഛസി തഥാകും. ഈ കേട്ടതിനെയെല്ലാം നിങ്ങളുടെ ബുദ്ധിയാകുന്ന മൂശയിലിട്ട് വിമർശന വിധേയമാക്കി. വിമർശനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്രിറ്റിസിസം എന്നല്ല അർത്ഥം. വിമർശനം എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ള ആമർശനം ചിന്ത, പുനർവിചിന്തനത്തിനും പുനരവലോകനത്തിനും വിധേയമാക്കിയിട്ട് യഥേച്ഛസി തഥാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊള്ളാനും തള്ളാനും മോഡിഫൈ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈശ്വരാംശജരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തത്കാലത്തേക്ക് വിടവാങ്ങുന്നു. നമസ്കാരം. എന്നെ വിളിച്ച ഇതിൻ്റെ സംഘാടകരോടും വിശേഷാൽ സുരേഷ് എല്ലാ കൊല്ലവും വിളിക്കും. എല്ലാ കൊല്ലവും ഞാൻ പറ്റില്ല എന്ന് പറയും. ഒരാളോട് എത്ര പ്രാവശ്യം പറ്റില്ല എന്ന് പറയാൻ പറ്റും? അങ്ങനെ അവസാനം വരും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമയാണ് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയത്. സാധാരണഗതിയിൽ 1-2 പ്രാവശ്യം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിഷമം ഉണ്ടാവും വിളിക്കാം. അദ്ദേഹത്തിന് ഒരു വിഷമമില്ല. കറക്റ്റ് ആ ടൈം ആകുമ്പോൾ ഒരു മെസ്സേജ് വരും.
അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം മുതൽ ഏതായാലും അതങ്ങ് സ്ഥിരമാക്കാം. അദ്ദേഹം മതി എന്ന് പറയുന്നത് വരെ ഇനി അതുണ്ടാവും. അദ്ദേഹമാണ് ഇത് ഇനി തീരുമാനിക്കുക, അല്ലെ അദ്ദേഹം നിങ്ങളിലൂടെ അദ്ദേഹം ഏതായാലും. അപ്പോൾ അതിന് അദ്ദേഹത്തിനോട് നന്ദി. ശ്രദ്ധാപുരസരം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് എനിക്ക് ഈ രസം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് രസമുള്ള. അപ്പോൾ ഈ രസം എനിക്ക് അനുഭവവേദ്യമാക്കി തന്ന നിങ്ങളുടെ ശ്രദ്ധയോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.